أشهد أن لا إله إلا الله. സമസ്തയുടെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഏകദേശം 33,313 ക്യാമ്പ് പ്രതിനിധികൾ ഈ സമ്മേളനത്തിന് വേണ്ടി എത്തിച്ചേരുമ്പോൾ അത് വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത്. അവരെ ഉൾക്കൊള്ളാൻ ഈ കുണിയ എന്ന് പറയുന്ന പ്രദേശത്തെ 2 പള്ളികൾ, ഒന്ന് ഹിളർ പള്ളിയും മറ്റൊന്ന് റിഫായി പള്ളിയുമാണ്. ഈ 2 പള്ളികളിലും ആ പള്ളികൾ നിർമ്മിച്ചതിന് ശേഷം ആ പള്ളിയുടെയും ഈ നാടിൻ്റെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വലിയ ഒരു ജനക്കൂട്ടം ജുമുഅക്ക് വേണ്ടി എത്തിച്ചേരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹിളർ പള്ളിയിലാണ്. ഈ ഹിളർ പള്ളിയിലെ 3 നിലകളിലായിട്ട് ആളുകൾ അതും നിറഞ്ഞു കവിഞ്ഞ് ഇതിൻ്റെ പരിസര പ്രദേശത്ത് ഇതിൻ്റെ മുറ്റത്തൊക്കെ ആയിട്ട് ആളുകൾ ജുമുഅക്ക് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഏകദേശം 11,000-ഓളം ആളുകളാണ് ഈ പള്ളിയിൽ മാത്രം നമസ്കാരത്തിനെത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പള്ളി കൂടിയുണ്ട്. ആ പള്ളിയിലും ഏകദേശം ഇതിലും കൂടുതൽ ആളുകൾ, ആ പള്ളിയിൽ നിന്ന് മിഹ്റാബ് പോലും പുറത്തേക്ക് ഇറക്കിയിട്ടാണ് അവിടെ നിസ്കാരം നടക്കുന്നത്. നിസ്കാരം നടക്കാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. أليس قد أسلمتكم الأسلاب إلى الأرحام وعدتكم الساعة إلى الأيام فقسمتم بالذنوب عرى الإيمان وسترتم البيان. കുണിയ ഹിളർ പള്ളി ജുമാ മസ്ജിദിലെ ഇമാം നമ്മോടൊപ്പം ചേരുകയാണ്. ഉസ്താദ്, ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഗമം നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ജുമാ, അതിനായിരങ്ങൾ ഈ പള്ളിയിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഇത്രയധികം ആളെ ഉൾക്കൊണ്ടൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതാണ് ഈ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ജുമാ. ഇപ്പം ഈ ഒരു സമ്മേളനത്തിന് ഈ ഒരു പള്ളി കേന്ദ്രീകരിച്ച് ഉസ്താദ് 10-22 വർഷക്കാലത്തോളമായി ഇവിടെ. അപ്പോൾ ഒരു പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ സമ്മേളന പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. എന്തെല്ലാം ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, അതിൻ്റെ ഒരു സന്തോഷം, അതൊക്കെ എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ്, ഈ ജുമാക്ക് തന്നെ വിപുലമായ സൗകര്യങ്ങൾ ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യപൂർവ്വം ജുമാക്ക് പങ്കെടുക്കാനും ഖുതുബ കേൾക്കാനും ഖുതുബ ശ്രവിക്കാനുമുള്ള വിപുലമായ സൗകര്യങ്ങളാണ് കൊടുക്കാനും ഒക്കെയുള്ള നല്ല സൗകര്യങ്ങൾ നാട്ടുകാരും ജമാഅത്ത് കമ്മിറ്റിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സമസ്തയുടെ മഹാസമ്മേളനം 100-ാം വാർഷിക സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമ്മേളനത്തിന് സൗഭാഗ്യം ലഭിച്ച മഹല്ല് എന്നുള്ളത് കുണിയ മഹല്ലാണ്. കുണിയ മഹല്ലിലെ മുഴുവൻ നിവാസികളും ഈ സമ്മേളനത്തോടൊപ്പം തന്നെ കൂടി നിന്ന് സഹകരിച്ചു. തൊട്ടടുത്ത മഹല്ലിലെ ആളുകളും അപ്രകാരം തന്നെ വളരെ സഹകരണ സഹായത്തോടു കൂടിയാണ് ഇവിടെ സമ്മേളനം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ജുമാ നിസ്കാരം പള്ളിയിൽ വെച്ച് തന്നെയാണ് നിർവഹിക്കേണ്ടത്. അതിനാൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ ജുമാക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളത് വലിയ സാഹസികമാണ്. എങ്കിലും കുണിയയിലെ ഈ വലിയ ജുമാഅത്ത് പള്ളി നേരത്തെ നമ്മുടെ സമ്മേളനത്തിന് വേണ്ടി സഹകരിച്ച നമ്മോടൊപ്പമുള്ള ഇബ്രാഹിം ഹാജിയുടെ സ്വന്തം ചെലവിൽ നിർമ്മിച്ച പള്ളിയാണിത്. ഇവിടെ 3 നിലയുള്ളൊരു പള്ളിയാണ്. ആ 3 നിലയും നിറഞ്ഞ് കവിഞ്ഞ്, കൂടാതെ ഇവിടെ പുറത്ത് വലിയൊരു സൗകര്യമാണ് ഇവർ ഏർപ്പെടുത്തിയിട്ടുള്ളത്, ജുമാക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ അടുത്തൊന്നും ഇങ്ങനെ ഇത്ര വലിയ ഒരു ജുമാ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുകയാണ്. അത്രത്തോളം ജനബാഹുല്യമുള്ള വലിയൊരു ഗ്രാൻഡ് ജുമായാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത്. തീർച്ചയായും അതിനൊരു സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തെ ഈ മഹല്ലത്തുകാർക്കാണ്. എന്തായിരുന്നാലും ഇവർ ചെയ്യുന്ന സഹകരണവും സഹായവും, ഈ സംസ്ഥയോടൊപ്പം ഇവരുടെ ഈ സാന്നിധ്യം എന്നുള്ളത് വളരെ സന്തോഷവുമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അവർക്കൊക്കെ അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സൗഭാഗ്യത്തിൻ്റെ ആളുകളാണ് കുണിയയിലും തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളുകളും. ഏകദേശം ഈ പള്ളിയിൽ തന്നെ 11,000 പേരാണ് ജുമാക്ക് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത്. തൊട്ടടുത്ത ചിരുമ്പ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ പള്ളികളിലേക്ക് ഏകദേശം അതിനോടനുബന്ധിച്ച് തന്നെ ആളുകൾ അവിടെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ബസ്സുകളിലായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഗ്രാൻഡ് ജുമാ തന്നെയാണ് ഇവിടെ നടക്കുന്നത്.
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥന നൽകുന്നു. സമ്മേളന ചരിത്രത്തിൽ ഈ നാട്ടിലൊരു വലിയ ഗ്രാൻഡ് ജുമ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം 2 പള്ളികളിലായിട്ട് വലിയ സജ്ജീകരണങ്ങൾ, 10,000-കണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം ക്രമീകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച്? ഇന്ന് ചരിത്രത്തിൽ ഈ മഹല്ലിന് ഒരു സൗഭാഗ്യത്തിൻ്റെ ദിനമാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ക്യാമ്പ് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. 39,313 പ്രതിനിധികൾ എവിടെ വെച്ച് അവരുടെ ജുമാ നിർവഹിക്കുമെന്ന് തുടക്കം മുതൽക്ക് തന്നെ ഉസ്താദുമാരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ബഹുമാനിയ നമ്മുടെ തങ്ങളും MT സാദൊക്കെ ഇവിടെ സന്ദർശിച്ചപ്പോൾ മാക്സിമം ആൾക്കാരെ ഈ പള്ളിയിൽ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് അവർ പരിശോധിച്ച് വിലയിരുത്തുകയുണ്ടായി. ഇന്നലെയും തങ്ങളും MT സാദും ഇവിടെ വന്നിരുന്നു. അപ്പോൾ അതിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണം ഇവർ ഒരുക്കി കഴിഞ്ഞു. ഏതാണ്ട് ഒരു 8,000-ൽ പരം വിശ്വാസികൾക്ക് ഇവിടെ നിന്ന് ജുമാ നിർവഹിക്കാവുന്ന രീതിയിലെല്ലാം ഇവർ സെറ്റപ്പാക്കി കഴിഞ്ഞു. കുണിയ മഹല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമാണ്, പ്രത്യേകിച്ച് ഈ സമ്മേളനം ഏറ്റെടുത്ത മഹല്ല്. അതിനെല്ലാ ഒരുക്കങ്ങളും ഇതിന് ആത്മാർത്ഥമായി ബഹുമാനിയ ഇബ്രാഹിം ഹാജിയുടെയും ഖത്തീബിൻ്റെയും ഇവിടെയുള്ള നാട്ടുകാരുടെയും മഹല്ല് കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ അത് ചെയ്തു എന്നുള്ളത് ചാരിതാർത്ഥ്യമാണ്. സമസ്തയുടെ ഈ സമ്മേളനത്തിന് ഈ മഹല്ല് ഒരു തിലകക്കുറി ചാർത്തിയിരിക്കുകയാണ് അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ തൊട്ടടുത്ത മഹല്ല് ബിലാൽ മസ്ജിദ്, അവരും ഇതുപോലെയുള്ള റിഫായി മസ്ജിദ് അവരും ഇതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 1000-കണക്കിന് ആൾക്കാർ അവിടെ നിന്ന് ജുമയിൽ പങ്കെടുക്കും. ഈ 2 മഹല്ലും ഈ സംഗതി ഏറ്റെടുത്തു. അതിൻ്റെ ചരിത്രത്തിലെ ഒരു ജുമ ഇന്ന് ഈ 2 മഹല്ലുകളായിട്ട് ഇവിടെ നടക്കുകയാണ് അൽഹംദുലില്ലാഹ്. ഈ നാട്ടുകാരൻ അതിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ കാജിക്ക ഈ ആളുകളൊക്കെ കാണുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ നാട്ടിൽ കിട്ടിയൊരു സൗഭാഗ്യമാണിത്. എല്ലാവരും 11,000 ആൾക്കാർക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും നമുക്ക് കരുതിയതല്ല. മാക്സിമം ഒരു 6,000-7,000 ആൾ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടന സമയത്ത് ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. ഇപ്പോൾ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 9 കൊല്ലമായി. ഒരുപക്ഷെ നമ്മൾ വലിയ ജനക്കൂട്ടമുള്ള ജുമകൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞു നോക്കാൻ നമുക്ക് വലിയ ഭാഗ്യമാണ്. നമ്മൾ ഹറം ഷരീഫുകളിലും അതുപോലെ തന്നെ വലിയ ഗ്രാൻഡ് ജുമകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അതുപോലത്തെ ഒരു ഭാഗ്യമാണ് ഈ ഒരു കുണിയിൽ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് കുനിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കേരളം വളരെ തീരെ ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ യാതൊരു വിധ ജനങ്ങൾക്ക് തീർത്തും അറിയപ്പെടാതിരുന്ന ഒരു സ്ഥലമായിരുന്നു കുനിയ. പക്ഷേ ഈ ഒരൊറ്റ സമസ്തയുടെ കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം എന്നുള്ളൊരൊറ്റ പരിപാടികളുകൊണ്ട് തന്നെ വളരെ വലിയ ജനശ്രദ്ധ ഓൾറെഡി ആകർഷിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ മിനിയോളം അതല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നടക്കുന്ന മുഖദ്ദിസിൽ മൈക്കിലെ ജുമാകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ഉള്ളിൽ ആവേശം തരുന്ന ഒരു ജുമായാണ് ഇവിടെ ഉള്ളത്. അൽഹംദുലില്ലാഹ്. ഞാനിപ്പോൾ നിൽക്കുന്നത് 2ാമത്തെ ഒരു പള്ളിയിലാണ്, അഥവാ ഇത് ചേരുമ്പ മഹലാണ്. ഹൈവേയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് കുണിയയും ചേരുമ്പയും നടക്കുന്നത്. ചേരുമ്പ മഹലിലെ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിഹ്റാബ് പള്ളിക്കുള്ളിലല്ല ഇന്ന് സ്ഥാപിച്ചിരിക്കുന്നത്, പള്ളിയുടെ മുന്നിലാണ്, അഥവാ ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിൽ താൽക്കാലിക മിഹ്റാബ് സ്ഥാപിച്ച് അവിടെ നിന്ന് ഖുതുബ ഓതി അവിടെ നിന്ന് ഇമാമ് ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയൊരു പന്തലുണ്ട്. പള്ളിക്കും ഈ ഗ്രൗണ്ടിനും ഒത്ത മുൻപിലായിട്ടാണ് ഈ മിഹ്റാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മഹല്ല് സെക്രട്ടറിയും ഭാരവാഹികളും നാട്ടുകാരും സുലൈമാനിക്ക നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇവിടുത്തെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ജുമ ഇവിടെ നടക്കുന്നത്. ഈ പള്ളി ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായി? ഈ വർഷം ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. ആദ്യമായിട്ടായിരിക്കും ഇത്രയും മഹലിൽ എത്രത്തോളം അംഗങ്ങളുണ്ട് ഈ മഹലിൽ? ഈ മഹലിൽ ഏകദേശം 450-500 കോടികളുണ്ട്. പിന്നെ എല്ലാം വിദേശികൾ പ്രവാസികളാണ് കൂടുതൽ. പക്ഷേ ഏകദേശം ആളുകൾ 2,000 ആൾക്കാരുണ്ടാവും. കൊടിയുണ്ട്, 450 കൊടികളുണ്ട്. പിന്നെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഏകദേശം 8,000-8,500 ആൾക്കാർ സൗകര്യം ചെയ്തത്. പള്ളിൻ്റെ മുകളിലത്തെ ടവർ, മദ്രസിൻ്റെ മുറ്റം, തായ്പള്ളി, നിസ്കാര ഹോളുണ്ട്, എല്ലാം കൂടി ഏകദേശം 8,000-8,500 ആൾക്കാർ ഇൻഷാ അല്ലാഹ് ഇവിടെ തീർച്ചയായും ഉണ്ടാവും. ഇവർക്കുള്ള നിസ്കാരപ്പായകൾ അതോടൊപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ വെള്ളം ഒക്കെ എങ്ങനെയാണ് ക്രമീകരിച്ച്? മാഷാ അല്ലാഹ് അതിനുള്ള സൗകര്യം നാട്ടുകാർ ഇവിടെ എല്ലാം സമസ്തയെ സ്നേഹിക്കുന്ന മക്കളാണ്. എല്ലാവരും സമസ്തക്കാരാണ്. 99% സമസ്തക്കാരുള്ള ഒരു മഹല്ലാണ്. മാഷാ അല്ലാഹ് എല്ലാ ചെറുപ്പക്കാരും സജീവമായിട്ട് ഈ നമ്മുടെ ഈ 100-ാം വാർഷികം തുടങ്ങിയതിൻ്റെ ആഘോഷത്തിൽ എല്ലാവരും സജീവമായിട്ടുണ്ട്. എല്ലാ പ്രവർത്തനത്തിലും നമ്മളെ ക്യാമ്പിൻ്റെതാണെങ്കിലും അതുപോലെ നമ്മുടെ എക്സ്പോൻ്റെ ആണെങ്കിലും എല്ലാത്തിനും സജീവമായിട്ട് നാട്ടുകാർ മൊത്തമായിട്ട് ഇവിടെ പ്രവർത്തന രംഗത്ത് സജീവമാണ്. മാഷാ അല്ലാഹ് ഇന്ന് ഞങ്ങൾ ആൾക്കാർ കൂടുന്നതുകൊണ്ട് മുന്നോട്ടെത്തിച്ച് ഒത്തുപാടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി. മാഷാ അല്ലാഹ് എല്ലാവരും സജീവമായിട്ട് മുന്നോട്ട്.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين سمع الله لمن حمده الله أكبر الله أكبر الله أكبر. രണ്ട് പള്ളികളിലായി വലിയ ജുമ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ഡയറക്ടർ കൂടിയായിട്ടുള്ള മുസ്തഫ അഷ്റഫി ഉസ്താദ് നമ്മുടെ കൂടെ ചേരുകയാണ്. ഉസ്താദ്, ഈ ഗ്രാമം കണ്ട രണ്ട് മഹല്ലുകളും ആ പള്ളിയും ഈ റിഫായി പള്ളിയും ചേരുമ്പോൾ 10,000-കണക്കിന് ആളുകളുടെ നിസ്കാരം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഗമങ്ങളൊക്കെ നമ്മൾ വിവരിക്കുന്നത്? ഇതൊരു ഗ്രാൻഡ് ജുമ പോലെ വന്നിരിക്കുകയാണ്. അത് ഒരു മഹാ അത്ഭുതം പോലെ ഞാൻ കാണുന്നത്. ഈ രണ്ട് മഹല്ല് ജമാഅത്തും വളരെ സംവിധാനമാണ്. ഇപ്പോൾ ഇവിടെ വലിയ പന്തലക്കെട്ട് എത്ര ആൾ വന്നാലും ഞങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഈ 10,000 ആളുകൾ എവിടെ ജുമസ്കരിക്കും? പലരും പ്രചാരണം നടത്തിയ ഗ്രൗണ്ടിലായിരിക്കും, അവിടെയായിരിക്കും, ഇവിടെയായിരിക്കും ജുമയ്ക്ക് സൗകര്യമുണ്ടാവില്ല. പക്ഷേ നാട്ടുകാർ, ഈ പ്രദേശത്തുകാർ ഏറ്റെടുത്തു എന്ന് പറയാം. രണ്ട് മഹലിലായിക്കൊണ്ട് മാത്രമല്ല മറ്റു മഹലുകളും ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ പല മഹലുകളായിക്കൊണ്ട് ഇവിടെ വന്നാൽ 10,000 അല്ല, ഇനി 1,00,000 ആളുകൾ വന്നാലും ഈ വരുന്ന ആളുകളെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിഥികളായ ഒരാളുടെ ജുമ മടങ്ങില്ല എന്ന് പറഞ്ഞ് എല്ലാ സൗകര്യം ചെയ്തുള്ള ജുമയാണ് അൽഹംദുലില്ലാഹ് ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത്. ഇതൊരു ഗ്രാൻഡ് ജുമ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിൽ എന്താണ്? ഗ്രാൻഡ് ജുമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും അധികം ആളുകളാണ് പങ്കെടുത്തുള്ളത്. ഗ്രാൻഡ് ജുമ പക്ഷേ പള്ളിയിലാണ്, ഗ്രൗണ്ടിലല്ല. എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാലമായ ജുമയാണ് നടന്നിട്ടുള്ളത്. സഫായി 10,000-ങ്ങൾ രണ്ട് പള്ളികളിലുമായി നമസ്കരിച്ചു കഴിഞ്ഞു. കുണിയയിലെ ഹിദർ പള്ളിയും റിഫായി പള്ളിയും ഈ വരുന്ന അതിഥികളെയെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. ഏത് ജനലക്ഷങ്ങൾ ഒഴുകി വന്നാലും സ്വീകരിക്കാൻ കുണിയ തയ്യാറാണ് എന്ന പരിശുദ്ധമായ ഒരു സന്ദേശം കൂടിയാണ് ഈ മഹല്ലുകൾ നമുക്ക് നൽകുന്നത്. ഇനി സമ്മേളനത്തിനുള്ള കാത്തിരിപ്പിലാണ്. അവരെയും ഉൾക്കൊള്ളും കുണിയ.